പച്ചാട് ഗോപാലനല്ല കേട്ടോ, ഇത് നമ്മുടെ പാറേമക്കാവിലെ കുട്ടിയാണ്. പാറേമക്കാവ് അയ്യപ്പൻ. പ്രായത്തിനേക്കാളിലും കൂടുതൽ പക്വതയും ഉയരം തോന്നിക്കുന്ന ഒരു കുട്ടപ്പനാട്ടോ നമ്മുടെ അയ്യപ്പൻ. ഒരൊറ്റ കാര്യത്തില് സങ്കടമുള്ളൂ, 20 വർഷമായി നമ്മളെ പാറേമക്കാവിൽ എത്തിയിട്ട്, പക്ഷെ ഇതുവരെയായിട്ടും തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളാൻ പറ്റിയിട്ടില്ല. ബാക്കി കാര്യങ്ങള് നമ്മുടെ രവിയേട്ടൻ പറയും. അതായത് ഇപ്പൊ ഞങ്ങള് പാറേമക്കാവ് അമ്പലത്തിൽ വന്ന് തൊഴിച്ചു. ഇനി വടക്കനാഥ അമ്പലത്തിൽ പോയി തൊഴുകണം. അത് കഴിഞ്ഞാൽ വൃശ്യമാസം 1-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതിക്കായിട്ട് ഞങ്ങൾക്ക് പരിപാടിയും കാര്യങ്ങളും തുടങ്ങും. ആനക്കുട്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ആനക്കുട്ടി എന്താ വെച്ചാൽ ആനക്കുട്ടി നല്ലൊരു ആനക്കുട്ടിയാണ്. വലിയ കുഴപ്പമില്ല, വലിയ കച്ചറയില്ല, എല്ലാവർക്കും വേണ്ട ഒരു ഇതാണ്. അവനെ പാറേമക്കാവ് അയ്യപ്പന് അടിച്ചു കൊടുത്താൽ അവൻ സംസാരിക്കുന്ന ഒരു ആനക്കുട്ടിയാണ്. അവനോട് അവനെ ഇതിൽ അടിച്ചു കൊടുത്താൽ അറിയും അവൻ സംസാരിക്കുന്ന ഒരു ആനക്കുട്ടി. എല്ലാ കാര്യത്തിനും ഭയങ്കര ഇതാണ്, എല്ലാ അറിവിലെല്ലാം കൂടുതലാണ്. അങ്ങനെയുള്ള പ്രത്യേകത ഉണ്ട്. നമ്മുടെ കൊമ്പും ഇതിന്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് കൊമ്പെന്തൊക്കെ എന്താ പറയുന്നത്, അതൊക്കെ വളർച്ചയുള്ളതാ. ഓരോരുത്തർക്ക് മീശ മുളയ്ക്കും, ചിലർക്ക് മീശ മുളയ്ക്കായിരിക്കും. എത്ര വർഷമായിട്ട് പൂരത്തിനുണ്ട്? ഇവനെ പൂരത്തിന് കിട്ടില്ല, അവൻ അതിന് മുമ്പേ ആന ഒലിക്കും. പൂരത്തിന് ഇല്ല, തൃശ്ശൂർ പൂരം കിട്ടി. എന്തായാലും വരുന്നാളുകളിൽ പാറേമക്കാവ് ഭഗവതിയുടെ തടമ്പേറ്റി തൃശ്ശൂർ പൂരത്തിന് നിൽക്കാനുള്ള ഒരു ഭാഗ്യം അയ്യപ്പനുണ്ടാവട്ടെ.